എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലിലുള്ള ഗീ കേക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള കേക്കാണ്. നമ്മൾ ഇതിനു മുൻപ് ഗീ കപ്പ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേക്കിന്. അപ്പോൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് നെയ്യാണ് വേണ്ടത്. 1/2 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലി കപ്പിൻ്റെ പകുതിയാണ്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് എപ്പോഴും ഗീ കേക്ക് തയ്യാറാക്കുമ്പോൾ നല്ലത്. കാരണം അത് നന്നായിട്ട് മിക്സ് ആകണമെങ്കിൽ പൊടിച്ചത് ചേർക്കണം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിനെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ നന്നായിട്ട് ഈ പഞ്ചസാരയും നെയ്യും കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് നമ്മൾ നെയ്യ് വെച്ചിട്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത്. 3 മുട്ടയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 മുട്ട. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ കേക്ക് ശരിയായി വരില്ല. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ നമ്മളിതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. 250 മില്ലിയുടെ 1 കപ്പാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പൊടി നമ്മൾ അരിച്ചിട്ട് ഈ മുട്ടയിലേക്ക് തന്നെയാണ് ചേർക്കുന്നത്. കട്ടകളില്ലാതെ എല്ലാം ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ച് തന്നെ നമ്മൾ പൊടി ചേർക്കണം. പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് സ്പാറ്റില വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ബീറ്ററിൻ്റെ ഏറ്റവും ചെറിയ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് അതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് നമുക്കൊരു തടിത്തവിയോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാറ്റിലോ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മിക്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ അവനാണെങ്കിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നിങ്ങൾ കുക്കറോ സോസ്പാനോ ആണെന്നുണ്ടെങ്കിൽ അതും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് അവനിലും അവനില്ലാതെയും തയ്യാറാക്കാം. അവനില്ലാതെ ചെയ്യുന്ന ഒരുപാട് കേക്കിൻ്റെ റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതും ബേക്ക് ചെയ്യാം. സമയവും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് അലുമിനിയം ടിന്നാണ്. സ്ക്വയർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. റൗണ്ടായിട്ടുള്ള ടിന്നും എടുക്കാം. അതിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒന്ന് നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 4 സൈഡും അതുപോലെ താഴെയും. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്പാറ്റില വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് തട്ടിയിട്ട് അതിൻ്റെ എയർ ബബിൾസും കൂടെ ഒന്ന് കളയാം. ഈ സമയം നമ്മൾ അവൻ 170 ഡിഗ്രിയിൽ, അതായത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഈ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് തട്ടി എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും താഴത്തെ റാക്കിലാണ്. അതുപോലെ തന്നെ OTG അവനാണെന്നുണ്ടെങ്കിൽ താഴത്തെയും മുകളിലത്തെയും കോയിൽ ഹീറ്റാക്കിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. ഓരോ അവൻ്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് 30 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് റെഡി എന്നാണ്. അപ്പം കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കൂളിംഗ് റാക്കിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫോയിലേക്കോ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണിൽ എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് അകം നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്കാണ്. ഇതുവരെ നിങ്ങൾ ഗീ കേക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ കുക്കായി നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ടീ കേക്കിൻ്റെ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഈ കേക്ക് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. 1-2 ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളി ടേസ്റ്റാണ് ഈ ഗീ കേക്കിന്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്